നമസ്കാരം. കേരളത്തിലെ ക്ഷേമനിധി പെൻഷൻ കുടിശ്ശിക വിതരണത്തെക്കുറിച്ചുള്ളതും കൂടാതെ പ്രവാസി ക്ഷേമനിധി പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്ഡേറ്റുകൾ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. പ്രവാസി ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ അപ്ഡേഷൻ നോക്കിയാൽ 3 മാസത്തെ പെൻഷൻ കുടിശ്ശിക തീർക്കുന്നതിനായി സർക്കാർ ഇപ്പോൾ 32 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. തുക ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിൽ എത്തിത്തുടങ്ങിയിട്ടുമുണ്ട്. ഇനി മറ്റു ക്ഷേമനിധി ബോർഡുകൾ നോക്കിയാൽ 16 ക്ഷേമനിധി ബോർഡുകളിലെ ഏകദേശം 7 ലക്ഷം ഗുണഭോക്താക്കൾക്കായി 130.35 കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വിതരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ കുടിശ്ശിക അടിയന്തരമായി തീർക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആശാ വർക്കർമാർ, അംഗനവാടി ജീവനക്കാർ എന്നിവയ്ക്കായി 34 കോടി രൂപയും മാറ്റിവെച്ചിട്ടുണ്ട്. ഇനി പുതിയ വിതരണ രീതി നോക്കിയാൽ DBT സംവിധാനത്തിലാണ്. അതായത് കിടപ്പ് രോഗികൾ ഒഴികെ ബാക്കിയുള്ളവർക്ക് ഇനി മുതൽ സഹകരണ ബാങ്കുകൾ വഴി പെൻഷൻ വീട്ടിലെത്തിക്കില്ല. പകരം ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ അതായത് DBT വഴി ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് തുകയെത്തും. അതിനാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളുടെ കടമയാണ്. ഇതുപോലുള്ള എല്ലാവിധ വിശദമായ അറിയിപ്പുകൾക്കും ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക.